മരിച്ചുപോയവർക്ക് എന്ത് പ്രത്യാശയുണ്ട്? മരിച്ചുപോയവരെക്കുറിച്ചുള്ള സന്തോഷവാർത്ത എന്താണ്? യേശു യെരുശലേമിന് സമീപമുള്ള ബഥാന്യയിലെത്തിയപ്പോൾ സ്നേഹിതനായ ലാസർ മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞിരുന്നു. ലാസറിന്റെ പെങ്ങന്മാരായ മാർത്തയുടെയും മറിയയുടെയും കൂടെ യേശു കല്ലറയുടെ അടുത്ത് ചെന്നു. പെട്ടെന്ന് തന്നെ ആളുകൾ അവിടെ തടിച്ചുകൂടി. യേശു ലാസറിനെ തിരികെ ജീവനിലേക്ക് കൊണ്ടുവന്നപ്പോൾ മാർത്തയ്ക്കും മറിയയ്ക്കുമുണ്ടായ സന്തോഷത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. യോഹന്നാൻ 11:21 മുതൽ 24 വരെ ഇങ്ങനെ വായിക്കുന്നു. മാർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ആങ്ങള മരിക്കില്ലായിരുന്നു. എന്നാൽ അങ്ങ് ചോദിക്കുന്നതെന്തും ദൈവം തരുമെന്ന് ഇപ്പോൾ പോലും എനിക്ക് ഉറപ്പുണ്ട്. യേശു മാർത്തയോട്, നിന്റെ ആങ്ങള എഴുന്നേറ്റു വരും എന്നു പറഞ്ഞു. മാർത്ത യേശുവിനോട്, അവസാന നാളിലെ പുനരുത്ഥാനത്തിൽ ലാസർ എഴുന്നേറ്റു വരുമെന്ന് എനിക്കറിയാം എന്നു പറഞ്ഞു. 38 മുതൽ 44 വരെ ഇങ്ങനെ വായിക്കുന്നു. യേശു വീണ്ടും ദുഃഖവിവശനായി കല്ലറയുടെ അടുത്തേക്ക് നീങ്ങി. അതൊരു ഗുഹയായിരുന്നു. ഗുഹയുടെ വാതിൽക്കൽ ഒരു കല്ലും വെച്ചിരുന്നു. ഈ കല്ലെടുത്തു മാറ്റ് എന്ന് യേശു പറഞ്ഞു. അപ്പോൾ മരിച്ചവന്റെ പെങ്ങളായ മാർത്ത പറഞ്ഞു, കർത്താവേ, 4 ദിവസമായല്ലോ, ദുർഗന്ധം കാണും. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അവർ കല്ലെടുത്തു മാറ്റി. അപ്പോൾ യേശു ആകാശത്തേക്ക് കണ്ണുയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങ് എന്റെ അപേക്ഷ കേട്ടതുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. അങ്ങ് എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കാറുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ അങ്ങാണ് എന്നെ അയച്ചതെന്ന് ചുറ്റും നിൽക്കുന്ന ഈ ജനം വിശ്വസിക്കാൻ അവരെ ഓർത്താണ് ഞാനിത് പറഞ്ഞത്. ഇത്രയും പറഞ്ഞിട്ട് യേശു, ലാസറെ പുറത്തുവരൂ എന്നുറക്കെ പറഞ്ഞു. മരിച്ചയാൾ പുറത്തുവന്നു. അയാളുടെ കൈകാലുകൾ തുണികൊണ്ട് ചുറ്റിയിരുന്നു. മുഖം ഒരു തുണികൊണ്ട് മൂടിയിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവന്റെ കെട്ടഴിക്കൂ, അവൻ പോകട്ടെ. മരിച്ചവരെക്കുറിച്ചുള്ള സന്തോഷവാർത്ത മുമ്പ് തന്നെ മാർത്തയ്ക്ക് അറിയാമായിരുന്നു. ഭൂമിയിൽ വീണ്ടും ജീവിക്കാൻ വേണ്ടി യഹോവ മരിച്ചവരെ ഉയർപ്പിക്കുമെന്ന് മാർത്ത മനസ്സിലാക്കിയിരുന്നു. ഇയ്യോബ് 14:14-15 ഇങ്ങനെ വായിക്കുന്നു. മനുഷ്യൻ മരിച്ചുപോയാൽ അവന് വീണ്ടും ജീവിക്കാനാകുമോ? എനിക്ക് മോചനം കിട്ടും വരെ അടിമപ്പണിയുടെ കാലം മുഴുവൻ ഞാൻ കാത്തിരിക്കും. അങ്ങ് വിളിക്കും, ഞാൻ വിളി കേൾക്കും. അങ്ങയുടെ കൈകൾ രൂപം നൽകിയവയെ കാണാൻ അങ്ങയ്ക്ക് കൊതി തോന്നും. മരിച്ചവരുടെ അവസ്ഥ എന്താണ്? മണ്ണുകൊണ്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത്. മനുഷ്യ ശരീരമെടുത്ത ആത്മാക്കളല്ല നമ്മൾ. ശരീരത്തിന്റെ മരണത്തെ തുടർന്ന് മരിക്കാതെ ജീവിക്കുന്ന ഒന്നും നമ്മുടെ ഉള്ളിലില്ല. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറും മരിക്കുന്നു. നമ്മുടെ ചിന്തകൾ നശിക്കുന്നു. അതുകൊണ്ടുതന്നെ മരിച്ചു കഴിഞ്ഞുള്ള അനുഭവങ്ങളെപ്പറ്റി ലാസർ ഒന്നും പറഞ്ഞില്ല. അതെ, മരിച്ചവർ ഒന്നും അറിയുന്നില്ല. സങ്കീർത്തനം 146:4 ഇങ്ങനെ വായിക്കുന്നു. അവരുടെ ശ്വാസം പോകുന്നു, അവർ മണ്ണിലേക്ക് മടങ്ങുന്നു, അന്നുതന്നെ അവരുടെ ചിന്തകൾ നശിക്കുന്നു. സഭാപ്രസംഗകൻ 9:5-6 ഇങ്ങനെ വായിക്കുന്നു. ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്നറിയുന്നു, പക്ഷേ മരിച്ചവർ ഒന്നും അറിയുന്നില്ല. അവർക്കുമേലാൽ പ്രതിഫലവും കിട്ടില്ല. കാരണം അവരെക്കുറിച്ചുള്ള ഓർമ്മകളെല്ലാം മാഞ്ഞുപോയിരിക്കുന്നു. മാത്രമല്ല, അതോടെ അവരുടെ സ്നേഹവും വെറുപ്പും അസൂയയും നശിച്ചുപോയി. സൂര്യനു കീഴെ നടക്കുന്ന ഒന്നിലും മേലാൽ അവർക്ക് ഓരോഹരിയുമില്ല. 10 വാക്യം ഇങ്ങനെ വായിക്കുന്നു. ചെയ്യുന്നതെല്ലാം നിന്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ച് ചെയ്യുക. കാരണം നീ പോകുന്ന ശവക്കുഴിയിൽ പ്രവൃത്തിയും ആസൂത്രണവും അറിവും ജ്ഞാനവും ഒന്നുമില്ല. മരിച്ചതിനു ശേഷം ആളുകളെ ദൈവം തീയിലിട്ട് ദണ്ഡിപ്പിക്കുന്നുണ്ടോ? മരിച്ചവർ ഒന്നും അറിയുന്നില്ല എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നതിനാൽ തീനരകത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ ദൈവത്തെ നിന്ദിക്കുന്ന ഒരു നുണയാണ്. ആളുകളെ തീയിലിട്ട് ദണ്ഡിപ്പിക്കുകയെന്ന ആശയം തന്നെ ദൈവത്തിന് അങ്ങേയറ്റം വെറുപ്പാണ്. യിരെമ്യാ 7:31 ഇങ്ങനെ വായിക്കുന്നു. സ്വന്തം മക്കളെ തീയിൽ ബലിയർപ്പിക്കാൻ
അവർ ബെൻഹിന്നോം താഴ്വരയിലുള്ള തോഫെത്തിൽ ആരാധനാസ്ഥലങ്ങൾ പണിതിരിക്കുന്നു. ഇതു ഞാൻ കൽപ്പിച്ചതല്ല. ഇങ്ങനെയൊരു കാര്യം എന്റെ മനസ്സിൽ പോലും വന്നിട്ടില്ല. മരിച്ചവർക്ക് നമ്മളോട് സംസാരിക്കാൻ കഴിയുമോ? മരിച്ചവർക്ക് സംസാരിക്കാനോ കേൾക്കാനോ കഴിയില്ല. എന്നാൽ ദുഷ്ടരായ ചില ദൂതന്മാരുണ്ട്. അവർ മരിച്ചുപോയ ആളുകളായി നടിച്ച് മനുഷ്യരോട് സംസാരിച്ചേക്കാം. മരിച്ചവരോട് ഉപദേശം തേടാൻ ശ്രമിക്കുന്നതിനെ യഹോവ വിലക്കുന്നു. ആവർത്തനം 18:10-11 ഇങ്ങനെ വായിക്കുന്നു: മകനെയോ മകളെയോ തീയിൽ ദഹിപ്പിക്കുന്നവൻ, ഭാവി ഫലം പറയുന്നവൻ, മന്ത്രവാദി, ശകുനം നോക്കുന്നവൻ, ആഭിചാരകൻ, മന്ത്രവിദ്യയാൽ ആളുകളെ ദ്രോഹിക്കുന്നവൻ, ആത്മാക്കളുടെ ഉപദേശം തേടുന്നവന്റെയോ ഭാവി പറയുന്നവന്റെയോ സഹായം തേടുന്നവൻ, മരിച്ചവരോട് ഉപദേശം തേടുന്നവൻ എന്നിങ്ങനെയുള്ളവർ നിങ്ങൾക്കിടയിൽ കാണരുത്. ആർ ജീവനിലേക്ക് മടങ്ങിവരും? മരിച്ചുപോയ കോടിക്കണക്കിന് ആളുകൾ ഭൂമിയിലെ ജീവനിലേക്ക് തിരിച്ചുവരും. ദൈവത്തെ അറിയാത്തവരും തെറ്റായ ജീവിതം നയിച്ചിരുന്നവരുമായ ചിലർ പോലും പുനരുത്ഥാനത്തിൽ വരും. ലൂക്കോസ് 23:43 ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ യേശു അയാളോട് പറഞ്ഞു, സത്യമായി ഇന്നു ഞാൻ നിന്നോട് പറയുന്നു, നീ എന്റെ കൂടെ പറുദീസയിലുണ്ടായിരിക്കും. പ്രവൃത്തികൾ 24:15 ഇങ്ങനെ വായിക്കുന്നു: നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനമുണ്ടാകുമെന്നാണ് ദൈവത്തിലുള്ള എന്റെ പ്രത്യാശ. ഇവരും അതുതന്നെയാണ് പ്രത്യാശിക്കുന്നത്. പുനരുത്ഥാനത്തിൽ വരുന്നവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള സത്യം പഠിക്കാനും യേശുക്രിസ്തുവിനെ അനുസരിച്ചുകൊണ്ട് യേശുവിലുള്ള വിശ്വാസം തെളിയിക്കാനുമുള്ള അവസരം കിട്ടും. ജീവനിലേക്ക് മടങ്ങിവരികയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ഭൂമിയിൽ നിത്യം ജീവിക്കാൻ കഴിയും. യോഹന്നാൻ 5:28-29 ഇങ്ങനെ വായിക്കുന്നു: ഇതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല. സ്മാരകക്കല്ലറകളിലുള്ള എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് പുറത്തുവരുന്ന സമയം വരുന്നു. നല്ല കാര്യങ്ങൾ ചെയ്തവർക്ക് അതു ജീവനായുള്ള പുനരുത്ഥാനവും മോശമായ കാര്യങ്ങൾ ചെയ്തവർക്ക് അതു ന്യായവിധിക്കായുള്ള പുനരുത്ഥാനവും ആയിരിക്കും. പുനരുത്ഥാനം യഹോവയെക്കുറിച്ച് എന്ത് വെളിപ്പെടുത്തുന്നു? നമുക്കുവേണ്ടി മരിക്കാൻ തന്റെ പുത്രനെ അയച്ചുകൊണ്ട് ദൈവം മരിച്ചവർക്ക് പ്രത്യാശയ്ക്കുള്ള വഴി തുറന്നു. അതുകൊണ്ട് യഹോവയ്ക്ക് നമ്മളോടുള്ള സ്നേഹത്തിന്റെയും അനർഹദയയുടെയും തെളിവാണ് പുനരുത്ഥാനം. മരിച്ചവർ ജീവനിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ആരെ കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? യോഹന്നാൻ 3:16 ഇങ്ങനെ വായിക്കുന്നു: തന്റെ ഏകജാതനായ മകനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ അവരെല്ലാം നിത്യജീവൻ നേടാൻ ദൈവം അവനെ ലോകത്തിനുവേണ്ടി നൽകി. അത്ര വലുതായിരുന്നു ദൈവത്തിന് ലോകത്തോടുള്ള സ്നേഹം. റോമർ 6:23 ഇങ്ങനെ വായിക്കുന്നു: പാപം തരുന്ന ശമ്പളം മരണം, ദൈവം തരുന്ന സമ്മാനമോ നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിലൂടെയുള്ള നിത്യജീവനും.